കൊള്ളാം. സൂപ്പർ സാധനം കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട. കാപ്പി ഇന്ന് പെറോട്ടയാ, എനിക്കും കൂടെ കാപ്പി. മോനെ പിന്നെ കഴിക്കാം. മോനെ നാളത്ത് പോ. കുത്തിയടിപ്പിക്കാനായിട്ട് വന്നതാ, വയറ്റിന് സുഖം പിടിക്കുന്നു. എടുത്താലും വന്നു എനിക്കറിയില്ല. രാത്രി ഒന്നും ഇവിടെ വാങ്ങിയാ കേട്ടോ, കൊള്ളാം. ഫുഡ് സൂപ്പർ. വേറെ ഏതൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ചിക്കൻ ടിക്ക, ചിക്കൻ കടായി എല്ലാം ഉണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും ഇഷ്ടം? ചിക്കൻ കുർമ എന്ന് വാങ്ങിക്കൊണ്ട് വന്നേ. ഫർഹാനെ അവിടെ പോയി നോക്കിക്കാതെ മോഹിനി വാ, നീ വാ. ഇതുകൊണ്ട് മോനിക്ക് വെച്ചേ. ഉമ്മേ കുഞ്ഞായ വാപ്പിയെ കഴിച്ചു കയറുന്നു, നമുക്ക് കഴിച്ചാലോ? ഒരിത്തിരി സമയം കൂടെ മോനെന്ന് നിൽക്കി, അവരങ്ങ് റൂമിൽ പോയി. എനിക്ക് നല്ല വയറ് വിശക്കുന്നു ഉമ്മി, നല്ല മണവും ഉണ്ടായിരുന്നു. കഴിക്കാം, വാ ഉമ്മി. ആണാ? മക്കൾക്ക് വിശക്ക് നമ്മി തരാം, ഇപ്പം തരാം മോനെ. ഒരു 5 മിനിറ്റും കൂടെ കുഞ്ഞ് അടുക്കളയിൽ നിന്ന് അങ്ങ് പോവട്ടെ, ഉമ്മി എടുത്ത് തരാം. അപ്പൊ അവിടെ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കഴിക്കാം, വാ ഉമ്മി വാ. ആണോ? ഒട്ടും വയ്യ, എങ്കിൽ ഉമ്മയും വരാം. വാ. അങ്ങനെ തള്ളയും മോനും ഇപ്പം തിന്നണ്ട. ഒന്നുമില്ല, പട്ടിണി കിടക്കണം. കുഞ്ഞ പോയമ്മേ, വാ വാ. ഉറക്കം വരുന്ന കുഞ്ഞങ്ങ് പോയി. വേഗം താമി, വേഗം എടുക്കട്ടെ, താമി വാരി തരാം. എന്താ എന്താ? അല്ല മോനെ, പാപ്പി ബാക്കി എവിടെ കൊണ്ട് വെച്ചാ നമ്മി കണ്ടില്ല. അപ്പുറം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒന്നും വെച്ചിട്ടില്ല മോനെ. എന്താ ഒരു മുട്ട പൊരിച്ചു തരട്ടെ മോനിക്ക് വിശക്കുന്നെങ്കിൽ? മക്കൾ വിഷമിക്കണ്ട, അമ്മ നാളെ വാങ്ങിത്തരാം. ഞാൻ കൊതിച്ച നല്ല മണമായിരുന്നു അതിന്. അതിന്റെ മക്കൾ ഒത്തിരി കഴിച്ചിട്ടുള്ളതല്ലേ, ഇന്നത്തേക്കൊന്നും ഉമ്മയ്ക്ക് വേണ്ടി ക്ഷമിക്ക്.
അവിടെ അവരെല്ലാം തീർത്ത് പാത്രം മാത്രമേ ഉള്ളൂ മോനെ ഇവിടെ. ഒന്നിലും ഒന്നുമില്ല. അല്ല എൻ്റെ കുഞ്ഞിനെയും പറ്റും. അമ്മ മുട്ട പൊരിച്ചു തരാം, ഇപ്പൊ പൊരിച്ചു തരാം. എന്റെ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തട്ടോ? സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു? അതാ വരുന്നു മോനെ, ഇപ്പൊ തരാം. അതാ കൊണ്ടുവരുന്നു മോനെ. സഫി റെഡി ആയോ? നീ എവിടെ പോയിരുന്നു? ഞാൻ കിച്ചൺ വരെ ഒന്ന് പോയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കേ, ഞാൻ ഓർഡർ ചെയ്തേക്കുവാ. ഓ പിന്നെ ഇന്നൊരു 10,000 എന്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്തേക്കണേ. എന്തിന്? എനിക്ക് പാർലറിലൊക്കെ ഒന്ന് പോണ്ടേ. എല്ലാ കണക്കൊന്ന് സഫി ഏൽപ്പിക്കണോ? ഇപ്പൊ പൈസ ഒരുപാടായി. നിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ ക്രെഡിറ്റ് ചെയ്ത്. ഇപ്പൊ അതിന് കണക്കായ? മറ്റേ മാസം 50,000 രൂപ എനിക്ക് തന്നോണ്ടിരുന്നല്ലേ? നീ കുറേശ്ശെ ചെലവാക്ക്. എനിക്ക് കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നിങ്ങളുടെ മറ്റേ അവളെ കണക്കൊന്നും അല്ല ഞാൻ. എനിക്ക് പാർലറിലൊക്കെ പോണം. ഞാൻ ഏറ്റവും ചെറുതാണ് ചോദിച്ചത്. അടുക്കള പൂട്ടിയേക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ക്യാഷ് എന്റെ അക്കൗണ്ടിൽ ഉള്ളതുകൊണ്ടാണ് ബാക്കി ഞാൻ ചോദിച്ചത്. എന്തിനാണ് സഭ ഇങ്ങനെയൊക്കെ കണക്ക് പറയുന്നത്? തരാം. ജെസ്സി, സഭയുടെ സ്വഭാവം കുറെ മാറുന്നുണ്ട്. ജെസ്സി, അവൻ തുറന്നേ. അടുക്കളയുടെ ചാവി ഇഞ്ഞെട്. കഥ തുറന്നോട്. എന്തിനാ? ഞാൻ കിച്ചൺ പൂട്ടിയിട്ടുണ്ട്. മോന് സ്കൂളിൽ പോണം, മോന് ആഹാരം കൊടുക്കണം. സഭ ഇന്നല്ലേ എന്തോ പറഞ്ഞത്? എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞ എന്നോട്. സഭയ്ക്ക് പ്രമാണം വേണോ? പ്രമാണം വേണം. അപ്പൊ പിന്നെ കുറച്ച് കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ജെസ്സി, അടുക്കളയുടെ ചാവി ഇഞ്ഞെട്. എനിക്ക് കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാനുള്ളതാ. ആഹാരം ഉണ്ടാക്കണം എന്നുള്ള ആ സെന്റിമെന്റ്സ് എല്ലാം ഒന്ന് ഒഴിവാക്കണം. മോനൊന്ന് പരീക്ഷയാണ്. അതൊന്നും സഭ അറിയണ്ട. അത് അവൾ എവിടെന്നെങ്കിലും ഒക്കെ വിട്ടോളും. എന്തോ തുറക്ക്. ജെസ്സി, മോനിപ്പോ ബസ് വരും. അല്ലെങ്കിൽ ഇച്ചിരി പട്ടിണിയൊക്കെ അറിയട്ടെ. അങ്ങനെ 2 ദിവസം പട്ടിണി കിടക്കുമ്പോ തന്നെ ഇറങ്ങി പോയിക്കോളും. അല്ലെങ്കിൽ എന്റെ കാല് പിടിക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ അവള് പ്രമാണം തരാന്ന് പറയണം. കൊച്ചുങ്ങളെ കാര്യത്തിലേ അവള് ചെയ്യൂ, അല്ലാതെ നമ്മൾ അവളെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. കൊച്ചിന് ലഞ്ച് ബോക്സ് റെഡി ആക്കണം. ഒന്ന് തുറക്ക്. ഇക്ക എന്നെ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട്. എവിടെ പോന്ന്? ഇപ്പൊ പോയി ഈ ചാവി കൊടുക്കണോ? തോറ്റു കൊടുക്കണോ? സോഫയെ കൊണ്ട് ഒന്നും പറ്റത്തൂല്ലല്ലോ. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നാടി. എനിക്ക് പോവാൻ സമയമായി. ഓഫീസില് സമയത്ത് എത്തണ്ടേ? നിങ്ങളെ സ്ഥാപനമല്ലേ, നിങ്ങൾ ആരും ജോലിന്ന് പറഞ്ഞൊന്നും വിടത്തില്ലല്ലേ. കുറച്ച് നഷ്ടം വരുമായിരിക്കും, അത് സാരമില്ല. മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലോ മോനെ. ഇപ്പൊ ഇത് വലിയൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ. ഉള്ള അബദ്ധം എല്ലാം ചെയ്തു വെച്ചിട്ട് അവളെ കാലെ പിടിച്ച്
പോയെന്ന് നോക്കണ്ട തോന്നുന്നു. അവസ്ഥ. മോനെ നാളെ പോ മോനെ സ്കൂളിലെ. കുറച്ചു നേരം നിൽക്കുക, അവൾ പോകും. കുറച്ചു നേരം വിളിക്കുന്നു, അവിടെ കൊച്ചിൻ്റെ സംസാരമൊക്കെ കേൾക്കുന്നു. കുറച്ച് താമസിച്ച് പോയാൽ മതി. അല്ല, നാളെ പോവാൻ. ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഓഫീസിലായിരിക്കും വരുന്നത്. പേയ്മെന്റ് ചെയ്തേക്കണേ. ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ കൊടുത്തേക്കുന്നത്. നീ അഡ്രസ് വീട്ടിലോട്ട് കൊടു. അത് ഇനിയിപ്പോ വരുന്നുണ്ട്. അതെല്ലാം അവിടെ വാങ്ങിയല്ലേ. ഞാൻ കൊണ്ടുവന്ന വാങ്ങുന്ന കാണുമ്പോ അവളെ മോന്ത ഇത്രയാവും. എന്തോ ഉദ്ദേശം. എനിക്ക് പാലും കാച്ചിയില്ലല്ലേ. ജെസി, ഇറങ്ങി വരുമല്ലോ. ഇക്ക, ജെസി, അതുകൊണ്ടാ ഞാൻ ഓഫീസിൽ അഡ്രസ് കൊടുത്തത്. എന്നാ അവിടെ വാങ്ങാം. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇല്ല, എന്തമ്മ ഞാൻ സ്കൂളിൽ പോണെന്ന് പറഞ്ഞ നാളെ പോവാം മക്കളെ. കുഞ്ഞായെ കണ്ട് ഡോർ ലോക്ക് ചെയ്തേക്കുന്നു കിച്ചന്റെ. അപ്പൊ ഉമ്മിക്ക് മോനിക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. മോൻ സ്കൂളിൽ പോയ വിശന്നിരിക്കണ്ടേ. എക്സാം മമ്മി. ഉമ്മി കുറച്ചു നേരം കൂടെ നോക്കാം, അല്ലെങ്കിൽ ഉമ്മി കൊണ്ടാക്കാൻ. മക്കൾ യൂണിഫോം ഊരണ്ട കേട്ടോ, എക്സാം ആണെങ്കിൽ. നിന്നും കൂടെ വിളിച്ചു നോക്കട്ടെ. ജെസി, ജെസി മോനെ എക്സാം ആണ്, ഒന്ന് കതക് തുറക്ക്. ആ ചാവി ഇങ്ങ് താ. ജെസി, മോനിക്കേ അപ്പുറത്തെ ആന്റിയുടെ ഫുഡ് വാങ്ങി തരട്ടെ. അത് തുറക്കത്തില്ല. ഉമ്മ പോയി അപ്പുറത്തെ ആന്റിയുടെ മോനിക്കുള്ള ലഞ്ച് വാങ്ങി തരേ. ഈ ഗ്യാപ്പിൽ അങ്ങ് പൊയ്ക്കോ. എൻ്റെ കാലേ പിടിക്കാൻ വരണം. മക്കളെ 2 ദിവസം പട്ടിണിക്കിടുമ്പം സഹിക്കാൻ വയ്യ. സ്വന്തം ചോരയോടുള്ള സ്നേഹം അത് ഞാൻ മാറ്റി കൊടുക്കും. ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വിശക്കുന്നു. ലഞ്ച് കഴിച്ചായിരുന്നു? വയറ് നിറഞ്ഞില്ല അല്ലേ? കുഴപ്പമില്ല, മിച്ചി നേരം കൂടെ നോക്കട്ടെ. സ്കൂളിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. ആണോ? മോന് വൈകിട്ടൊന്നും കഴിച്ചില്ല അല്ലേ? വാപ്പി വരട്ടെ, അതുവരെ നമുക്കിവിടെ നിൽക്കാം. ഉമ്മ ഇത്രയും നേരം നോക്കിയ കുഞ്ഞ് ഇതുവരെ ഡോറ് തുറന്നില്ല. വന്നിട്ടുണ്ടോ? ഓക്കെ, ഞാൻ അതാ വരുന്നു. അത് തന്നെ വിടാം, അത് തന്നെ. കുഞ്ഞെന്തോ ഫുഡുകളല്ലേ കൊണ്ടുവന്നു മമ്മി? കുഞ്ഞായെ മോനെ ഇന്ന് കിച്ചണിൽ കയറിയില്ല. അപ്പൊ കുഞ്ഞായെ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കുക, അതായിരിക്കും. മമ്മി എല്ലാം കഴിച്ചാ മമ്മി? ഉമ്മയ്ക്ക് കുഴപ്പമില്ല. ഉമ്മി കുഴപ്പമില്ല, ഉമ്മയ്ക്ക് വിശപ്പില്ല. എന്താ മോനെ, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്യണം. വിശപ്പൊക്കെ നമ്മൾ മനസ്സിലാക്കണം.
അപ്പോഴേ വിശപ്പിന്റെ വിലയും മനസ്സിലാവും. മോൻ വിശക്കുമ്പോഴും അമ്മയ്ക്ക് വിഷമം വരുന്നു. വാപ്പി വരട്ടെ, എന്തായാലും ഇന്ന് രണ്ടിലൊരു തീരുമാനം ആവണം, അല്ലാതെ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ടേക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്ര ദിവസം ആളുകളെ പോയി ആഹാരം വാങ്ങി എൻ്റെ കുഞ്ഞിനെ കൊടുക്കും? അമ്മേ വാപ്പിയാണെന്ന് തോന്നുന്നു. വരട്ടെ. ഇക്ക ഒന്ന് നിന്നേക്ക. ഇക്ക ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ? ഇന്ന് രാവിലെ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് വിളിച്ചതാ. ഇക്ക ഒന്ന് എഴുന്നേക്കാന്ന്. എന്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ആഹാരം വല്ലതും കഴിച്ചെന്നെങ്കിലൊക്കെ തിരക്കിയ. അപ്പുറത്തെ ലൈലാത്തയുടെ വീട്ടിൽ പോയാണ് എൻ്റെ കുഞ്ഞിന് ആഹാരം വാങ്ങിക്കൊടുത്തത്. ജെസ്സി രാവിലെ അടുക്കളയും പൂട്ടി അങ്ങ് പോയതാണ്. നിങ്ങൾ എന്നോട് സമരം ചെയ്യുന്ന എന്തിനാ? ഞാനിത് പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾ പയ്യെ മനസ്സിലാക്കും. എനിക്കിത് വേണമായിട്ടൊന്നും അല്ല. എൻ്റെ മക്കളെ കൊണ്ട് തെരുവിൽ ഇറങ്ങാൻ വയ്യാത്തോണ്ടാ. ഈ കുഞ്ഞുങ്ങൾ തെരുവിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇവിടുന്ന് പോകാത്തത്. ഇക്കയുടെ ജീവിതം നോക്കി പോയി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കി പോയി കാണും. നിങ്ങൾ ജീവിച്ചോ. ഞാൻ അതിനകത്ത് ഞാൻ ഇടപെടാൻ വരുന്നില്ലല്ലേ. ഈ മക്കളെ വളർത്തണ്ടേ? എനിക്ക് പോവാനൊരു മിനിറ്റ് ഒന്ന് കേട്ടിട്ട് പോ. ഈ മക്കളെ വളർത്തണ്ടേ? ഇവര് തെരുവിൽ ഞാൻ കൊണ്ട് ഇടാൻ പറ്റുമോ? എന്റെ കുഞ്ഞു വല്ലതും തിരക്കി നിങ്ങൾ വല്ലതും കഴിച്ചോന്ന് അന്വേഷിച്ചാന്ന്? ആഹാരം വല്ലതും കഴിച്ചോന്ന് അന്വേഷിച്ചോ? രാവിലെ അറിഞ്ഞു വെച്ചിട്ടാണോ ഈ അടുക്കളയെല്ലാം പൂട്ടിക്കൊണ്ട് പോയത്? ഞാൻ കഴിക്കുന്നോ പോട്ട്, എനിക്ക് വേണ്ട. പക്ഷെ ഈ മക്കളോട് ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം രക്തമാണ്, അതെങ്കിലും മനസ്സിലാക്ക്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോനെ. ചാവി എവിടെ? ചാവി മോൻ ആഹാരം കഴിച്ചില്ല, കുഞ്ഞുങ്ങളാണ്. ചാവി എവിടെ ഇരിക്കുന്നത്? നീ കളിക്കാ. ചാവി ഇങ്ങടെ. സവി എടുത്ത് കൊടുക്കരുത് കേട്ടോ. എവിടെ? അലമാരയിലാണോ? എവിടെ? സവി ഞാൻ പറയുന്നത് കേൾക്ക്. സവി ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതാ. എന്തൊക്കെ നമ്മൾ ഇവിടെ സഹിക്കേണ്ടി വന്നാലും പിടിച്ചിരിക്കണം. ഉമ്മയുടെ കൂടെ നിൽക്കുക മക്കള്. നമ്മൾ എന്ത് ദുരിതം അനുഭവിച്ചാലും നമുക്കിവിടെ നിൽക്കാം. ഇത് ഞാൻ കൊടുക്കത്തില്ല മക്കളെ, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. എന്താ സഭി? നീ എന്റെ മോനാണ്, നീ കുഞ്ഞുങ്ങളോട് വേണ്ട. ഓ, അപ്പൊ ഇത് നടന്നത് തന്നെ. പദ്ധതികളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്താ ചാവി? വാമനെ എന്തുവാ സബി? ഞാൻ സഭയെടുത്ത് പറഞ്ഞാടാ കൊടുത്തെന്തിന്? ഇപ്പൊ ഞാനാണോ തോറ്റത്? ഞാൻ തോറ്റാ? അവളെ മുന്നേ ഞാൻ തോറ്റാ? സബി ഇത് ശരിയാവത്തില്ല സബി. അവളെ മുന്നേ എന്നെ തോപ്പിച്ചു സബി. സബി പോ സബി, പോ സബി, പോ. എന്നെ തോപ്പിച്ച അവളെ മുന്നില്.